വിശ്വാമിത്രൻ തപസ്സിരുന്ന് മഴ പെയ്ച്ചില്ലേ, അതുപോലെ ആരോ കാര്യമായി തപസ്സിരുന്നിട്ടാ തോന്നുന്നു ഇന്ന് സൂര്യനൊന്ന് എത്തി നോക്കിയിട്ടുണ്ട്. നല്ല ബ്ലൂ സ്കൈ, തണുത്ത കാറ്റ്, സൂര്യപ്രകാശം. ആഹാ. പക്ഷെ ഇന്നിനി പുള്ളി പോയാ ഇനി എന്ന് കാണുന്നാവോ? ഇന്നിനി നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാനുണ്ട്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടിട്ട് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മെയിൻ ഇൻഗ്രീഡിയൻസ് നെല്ലിക്ക, കറിവേപ്പില, ഇഞ്ചി. ഇഞ്ചി ഞാനിവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ പേര് ഇഞ്ചി എന്നായിരുന്നു. പക്ഷെ ഡച്ചിൽ അവര് എൻഹൈ എന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. നമ്മൾ ടോപ്പിക് ഒന്ന് കുറച്ച് വഴിമാറി സഞ്ചരിച്ചോ എന്നൊരു സംശയം. ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, ഹെയർ ഫോൾ കൺട്രോൾ, സ്കിൻ റിപ്പയർ, ഇത് മൂന്നുമായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. നെല്ലിക്കയുടെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ബെനിഫിറ്റ്സ് പിന്നെ നമുക്കറിയാലോ. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ആൻഡ് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. അരച്ചെടുക്കാൻ വേണ്ടി നെല്ലിക്ക, കറിവേപ്പില, ഇഞ്ചി ഇവിടെ റെഡി. ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ ഒരു 4-5 നെല്ലിക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇവന്മാരെ നല്ലോണം അരച്ചെടുക്കാം. ഇനി സംഗതി വളരെ സിമ്പിൾ. അരച്ചരപ്പ് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് സ്പൂണോണ്ടോ കൈയോണ്ടോ ഇടിച്ചും പിഴിഞ്ഞും ഒക്കെ അതിലെ വെള്ളം മുഴുവൻ ഊറ്റിയെടുത്ത് ചണ്ടി അങ്ങോട്ട് കളയുക. ഇനി കുറച്ച് കലാപരമായി ഈ പാനീയം നമുക്കൊരു ഐസ് ട്രേയിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എൻ്റെ റെക്ടാംഗിളിലും സ്ക്വയറിലും സ്റ്റാറിലും വരുന്ന ഐസ് ട്രേ ഉണ്ടല്ലോ, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് മൂഡ് മാറിപ്പോയോ. ഇനി നമുക്കിതിൽ വലിയ റോളൊന്നുമില്ല. പുള്ളി ഫ്രീസറിലിരുന്ന് സെറ്റ് ആവട്ടെ, നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ്സ് ഇവിടെ റെഡി. ഇതൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് സംഗതിയാണ്. നല്ല റിഫ്രഷിംഗും ആണ്.